അടിപൊളി ഗരം മസാല ഉണ്ടാക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ ക്വാളിറ്റി എത്രയെന്നൊന്നും നമുക്കറിയില്ലല്ലോ. നമുക്ക് കുറച്ച് സാധനം വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഗരം മസാല ഉണ്ടാക്കുക എന്ന് കാണാം. ഞാനിവിടെ 150 ഗ്രാം ഗരം മസാലയുടെ പൊടിയാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള സാധനങ്ങളുടെ അളവ് ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ വെച്ചിരിക്കുന്നത് 2 സെക്ഷനായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. 1/4 കപ്പ് ഏലക്ക, 1/4 കപ്പ് ഗ്രാമ്പു, ഒന്ന് ചെറുതാക്കിയ 1/4 കപ്പ് കറുകപ്പട്ട, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 കപ്പും 2 ടേബിൾ സ്പൂണും പെരിഞ്ജീരകം. ഞാനിപ്പോൾ കാണിച്ചു തന്ന 5 സാധനവും ഗരം മസാലയ്ക്ക് നിർബന്ധമാണ്. അതിൽ ഗ്രാമ്പു, ഏലക്ക, കറുകപ്പട്ട അതൊക്കെ 1/4 കപ്പ് വീതം എടുത്തിട്ടുണ്ട്. വലിയ ജീരകം മാത്രം 1/2 കപ്പ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇരട്ടി എടുക്കുക. ഇനി ഇതിലേക്ക് ബിരിയാണി ഇല 1, ജാതിപത്രി 5 എണ്ണം, തക്കോല 6 എണ്ണം, ജാതിക്ക 1 എണ്ണം. ഇത്രയും സാധനം ഇതിലേക്ക് നിർബന്ധമില്ല, നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഇട്ടാൽ മതി. ഇതേ സാധനങ്ങൾ എല്ലാതും നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇത് ഒക്കെ പാടെ നമുക്ക് ഒരു ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ജാതിക്ക മാത്രം ഇടുമ്പോൾ ഒന്ന് പൊടിച്ചിട്ട് വേണം ഇടാൻ, ഇതേപോലെ. ഇനി നമുക്ക് ചെറിയ തീ കത്തിച്ചിട്ട് ഇതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം. ചെറിയ തീയെ വെക്കാൻ പാടുള്ളൂ കേട്ടോ മക്കളെ. വലിയ തീ വെച്ചാൽ മസാലകളൊക്കെ കരിഞ്ഞു പോവുള്ളൂ. നമ്മൾ ഗരം മസാല പൊടിക്കുമ്പോൾ വറുത്ത് പൊടിക്കണതും വറുക്കാതെ പൊടിക്കണതും രണ്ട് വ്യത്യാസമുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ ഇതുകളിലൊക്കെ ഒരു ഓയിൽ ഉണ്ടാവും. ഓയിലൊക്കെ പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് വറുക്കുന്നത്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ ഒരു ഈർപ്പുണ്ടാവും. ആ ഈർപ്പം നമുക്ക് പോയി കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് ഒരുപാട് ദിവസം ഇത് വെച്ചേക്കാൻ പറ്റും. അതുകൊണ്ടാണ് വറുക്കുന്നത്. പിന്നെ ഒന്ന് വറുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞും കിട്ടും. ഇതൊരു 5 മിനിറ്റ് വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതില്ലെങ്കിൽ അടിയിലുള്ളതൊക്കെ കരിഞ്ഞു പോകും. ചെറിയ സാധനം പറഞ്ഞാൽ ജീരകമൊക്കെ പെട്ടെന്ന് കരിയുന്ന സാധനമാണല്ലോ, അതുകൊണ്ടാണ് പറയണത് കരിഞ്ഞു പോകുമെന്ന്. നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കുന്ന ഗരം മസാല നമ്മളെ വീട്ടിൽ എന്തൊക്കെ കറികൾ ഉണ്ടാക്കണോ അതിലെല്ലാത്തിലും ഉപയോഗിക്കാം. ഇറച്ചിയിലും ചിക്കനിലും പച്ചക്കറിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇറച്ചിയിലെ മറ്റും ഉപയോഗിക്കുമ്പോൾ ഇറച്ചിയിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടാൽ മതി. ബാക്കി ഇതിൽ 1 സ്പൂൺ ഇട്ടാൽ അത് പ്രത്യേക ഒരു ടേസ്റ്റായിരിക്കും. മക്കളെ, ഇത് ഇളക്കി ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ എന്ത് മണാ വരുന്നത് നോക്കി. മൂക്ക തുളച്ച് കൊണ്ടുപോകുന്നുണ്ട്, അത്രയ്ക്ക് മണ. ഇപ്പം നമ്മുടെ ഗരം മസാലയുടെ വറവ് നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വേറൊരു പാത്രത്തിൽ കൊട്ടിയെടുക്കാം. ഈ പാത്രത്തിൽ തന്നെ ഇരുന്നാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് വേറെ പാത്രത്തിൽ കൊട്ടി കൊടുക്കുന്നത്. ഇനി ഇതിവിടെ ഇരുന്നൊന്ന് ചൂടാറി വരട്ടെ. ഇതിപ്പോൾ നമ്മൾ വറുത്ത് വെച്ചതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ഇനി പൊടിച്ചെടുക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി പൊടിച്ചു കൊണ്ടുവരാം. മക്കളെ, ഇതിപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? നമ്മൾ പൊടിക്കുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം പൊടിക്കാൻ. അതില്ലെങ്കിൽ ശരിക്ക് പൊടിയില്ല. അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കാൻ പറഞ്ഞത്. മക്കളെ, ഇത് കണ്ടില്ലേ? അടിപൊളി ഗരം മസാല റെഡി ആയിട്ടുണ്ട്. മക്കളെ, ഈ ഗരം മസാല 1 വർഷം വരെ ഇരിക്കും. കാറ്റ് കൊള്ളാത്ത പാത്രത്തിലോ അളുക്കിലോ ഭരണിയിലോ അടച്ചു വെച്ചാൽ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് നമ്മൾ ഇരിക്കും തോറും കാലാവധി കൂടും തോറും ടേസ്റ്റും മണമും കുറഞ്ഞുകൊണ്ട് വരും. അതുകൊണ്ട് ഇതൊരു 3-4 മാസത്തിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കാൻ നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.